നമസ്കാരം. ഇന്ന് നമ്മൾ വെജിറ്റബിൾ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. ഇതിനായി ആദ്യം വെജിറ്റബിൾ മസാല തയ്യാറാക്കാം. ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ ഒന്ന് ചൂടാവുമ്പോൾ 2 വലിയ സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കത് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. നന്നായിട്ട് സോഫ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒരു 2 വലിയ സ്പൂണാണ് ചേർക്കുന്നത്. ചേർത്തെടുത്ത് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 6 വലിയ പച്ചമുളക് നെടുക കീറിയത് ചേർക്കുക. എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇതൊന്ന് വാടി കിട്ടണം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞെടുത്തത് ചേർക്കുക. തക്കാളി നല്ല സോഫ്റ്റായി വരുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇത് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് 100 ഗ്രാം, ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞത് 100 ഗ്രാം, ചെറുതായി അരിഞ്ഞ ബീൻസ് 100 ഗ്രാം ഇത്രയും ചേർത്ത് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. മൂടി വെച്ച് വെജിറ്റബിൾസ് എല്ലാം പാകത്തിന് വെന്ത് കിട്ടുന്നതുവരെ വേവിച്ചെടുക്കാം. ഈ വെജിറ്റബിൾസ് ഒക്കെ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ഗ്രീൻ പീസ്, അതും ഒരു 100 ഗ്രാം ഉണ്ടാവും, അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങ, 1 കപ്പ് തേങ്ങ അരച്ച പേസ്റ്റാണിത്, ഇത് ചേർത്ത് കൊടുക്കുക. ഏകദേശം 1 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്യുക. ഇനി ഇതിലേക്ക് ഗരം മസാല ഒരു വലിയ സ്പൂൺ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്താൽ വെജിറ്റബിൾ മസാല തയ്യാറായി. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 സ്പൂൺ നെയ്യ് ചേർത്ത് ചൂടാക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, 4 ഗ്രാമ്പു, 3-4 ഏലക്കായുടെ സീഡ്സ്, ഒരു കറുകയില കൂടി ചേർക്കുകയാണ്. സ്പൈസസ് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ബിരിയാണി റൈസ് ചേർക്കാം. 3 കപ്പ് ജീരകശാല അരി കഴുകി വെള്ളമൊക്കെ നന്നായിട്ട് വാർത്ത് കളഞ്ഞതാണിത്. ഏകദേശം 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന 5/4 കപ്പ് വെള്ളം ചേർക്കുകയാണ്. 1 കപ്പ് അരിക്ക് 1/4 കപ്പ് വെള്ളം എന്ന കണക്കിൽ. പാകത്തിന് ഉപ്പ് ചേർക്കുക. 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർക്കുക. നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഇത് മൂടി വെച്ച് ഈ വെള്ളം വറ്റി വരുന്നവരെ വേവിച്ചെടുക്കാം. തുറക്കാം. ഇപ്പോൾ റൈസ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ മുഴുവൻ വറ്റിയിട്ടുണ്ട്. ഇത് സെറ്റ് ചെയ്യാനായി ഒരു ചൂടോട്ടുള്ള പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മസാലയുടെ പകുതി ഭാഗം ചേർക്കാം. മുകളിലേക്ക് റൈസിന്റെ പകുതി ഭാഗം, വറുത്തെടുത്ത ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, കനം കുറച്ച് അരിഞ്ഞ് വറുത്ത സവാള, കുറച്ച് ഗരം മസാല, മുകളിലായി ബാക്കിയുള്ള മസാലയും റൈസും. ഞാനിവിടെ 4 ബ്രെഡ് സ്ലൈസ് ചതുര കഷ്ണങ്ങളായി അരിഞ്ഞ് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ റൈസ് വിളമ്പുന്ന സമയത്ത് എടുത്താൽ മതി. ഇനി ഇത് മൂടി വെച്ച് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് ചൂടാക്കാം. ഇനി നമുക്ക് തുറക്കാം. ഇങ്ങനെ വളരെ ടേസ്റ്റിയായ വെജിറ്റബിൾ ബിരിയാണി ഇവിടെ തയ്യാറായി. ഈ വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ മാറ്റം വരുത്താവുന്നതാണ്. ഇത് ചൂടോടെ സെർവ് ചെയ്യാം. വിളമ്പുന്ന സമയത്ത് വറുത്ത് വെച്ച ബ്രെഡ് കൂടി ചേർത്ത് വിളമ്പുമ്പോൾ അത് കടിക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ അറിയിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സ് കിച്ചൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.